ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള വേറൊരു സ്ഥലത്ത് കൂടെ ഞാനിങ്ങനെ വരികയായിരുന്നു. അപ്പോഴുണ്ട് അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ച ഞാൻ കണ്ട്. ഇന്ന് വരെ ഞാൻ ഈ ഭാഗത്തു കൂടെ വന്നിട്ടില്ല. ഞങ്ങളുടെ വീടിൻ്റെ അവിടുന്ന് ഞാൻ മറ്റേ വഴി കൂടെയാണ് എന്താണ് മൾബറിയൊക്കെ ഇരിക്കുന്ന ആ വഴി കൂടെയാണ് മെട്രോയിലോട്ട് പോകുന്നത്. ഇവിടെ വന്ന് നോക്കുമ്പോഴാണ് ഇത് കണ്ട കാഴ്ച. പൂത്തൊലഞ്ഞ് നിൽക്കുകയാണ്. എന്തുകൊണ്ടാണെന്നറിയില്ല, എന്ത് മരമാണെന്ന് അറിഞ്ഞുകൂടാ, പക്ഷേ ഇത് പൂത്തൊലഞ്ഞൊലഞ്ഞ് നിൽക്കുകയാണ്. ഓ, രാവിലെ ആയതുകൊണ്ട് ഇങ്ങോട്ട് തന്നെയാണ് സൂര്യൻ അടിക്കുന്നത്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ഇത് കണ്ടിട്ട്. എന്താണെന്നൊന്നും മനസ്സിലാകുന്നില്ല. ഇതിൻ്റെ കായ ഞാൻ കഴിഞ്ഞ വർഷം എടുത്തിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിങ്ങനെ പോക്കുമെന്ന് ആദ്യമായിട്ട് ഞാൻ കാണുന്നത്. എന്താ രസമല്ലേ. ഓ, ഇതാണ് അതിൻ്റെ പൂവ്. ഇപ്പം അത് താഴെ ഉണ്ടല്ലോ, ഇതാണ് അതിൻ്റെ പൂവ്. നിലത്തോട് ചേർന്ന് തന്നെയാണ്. എൻ്റെ നിഴലും അവിടെ കാണുന്നത്. പിന്നെ ഇത് അവിടം വരെ ഈ സൈഡിലിങ്ങനെ യെല്ലോ ഫ്ലവേഴ്സാണ്. അവിടെയൊക്കെ അങ്ങേ അറ്റം വരെ ഇതേ മരങ്ങളാണ്. ഇതാണ് ഇവിടുത്തെ ഇറ്റലിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇവർ എല്ലാ സ്ഥലത്തും കാട് പോലെ മരങ്ങൾ വെച്ച് പിടിപ്പിക്കും. ഇതിപ്പോൾ നടപ്പാതെയാണ്, സൈക്ലിങ് എല്ലാം ചെയ്യാൻ, നമുക്ക് റണ്ണിങ്ങിന് വരാം, ജോഗിങ്ങിന് വരാം. അപ്പം അങ്ങനെയുള്ള, ഞാൻ പണ്ടൊക്കെ വരുമായിരുന്നു ഇതിലൊക്കെ വെറുതെ ഒന്ന് നടക്കാനായിട്ട്. ഇപ്പം അങ്ങനെ വരലില്ല. ഇതിനകത്ത് നിറയെ ഉണ്ടായിട്ടില്ല. അത് സൂര്യൻ്റെ അത് രശ്മിയോട് നന്നായിട്ട് കിട്ടുന്നുണ്ടായിരിക്കും. എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. ഇത് ഈ സൈഡിൽ ഭയങ്കര രസമായിരിക്കുന്നു. ഓ, ഇത് അവസാനത്തേതാണെന്ന് തോന്നുന്നു. ഈ ഭാഗത്ത് ഇതാണ് അവസാനത്തേത്. ഇങ്ങനെ ആകാശത്തോട്ട് എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട് അത്, ഏറ്റവും ഉയരത്തിലോട്ട് പോയിട്ട്. Dimitria, sono qui. Guardando io ho visto come bellissimo albero, guarda, con questi fiori. Mamma mia. Quando io ho visto, ho avuto necessità per prendere le video. ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കാത്ത് ഇവിടെ നിൽക്കുമായിരുന്നു. അന്നേരം അവളതാ വന്നു. Com'è, no? Bellissima. Mai visto così piene. Andiamo. Tutto a posto?